ഹലോ ഗൈസ്, ടിഫൈൻ്റെ പുതിയ കളിക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുക നമ്മുടെ ഫ്രാങ്ക്ലിനായിട്ടല്ല ടൈസ്. നമ്മളവിടെ പഴയ വീട്ടിലേക്ക് വാടകയ്ക്ക് കൊടുക്കാൻ ആളൊന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീനൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രാങ്ക്ലിൻ അങ്ങോട്ട് പോകട്ടെ. അപ്പം നമ്മുടെ കൂട്ടുകാരനാണ് ലയണൽ മെസ്സി. അപ്പോൾ ലയണൽ മെസ്സിക്ക് പിന്നെ ആൾ അർജൻറ്റീനയിൽ നിന്ന് ഇപ്പോൾ അമേരിക്ക ലോസ് ആൻഡോസിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടുകാരനെ നമ്മളെ വിളിച്ചിട്ട് എവിടെയും താമസിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് ഇവിടെ ഉണ്ടല്ലോ, വെറുതെ ഒഴിഞ്ഞിടക്കണ വെച്ചിട്ട് നമ്മൾ മെസ്സിക്ക് കൊടുക്കാൻ പോകട്ടെ 2 ദിവസത്തേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ വേണ്ട മെസ്സി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. കറക്റ്റ് താടി മുടിയൊക്കെ അങ്ങനെ തന്നെ, കയ്യൊക്കെ ഒക്കെ വെളുത്തിട്ട്, വെളുത്ത കയ്യൊക്കെ, വെളുത്ത മുഖം, വെളുത്ത കൈ, വാച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ ഗൈസ് പുറകിൽ തിളങ്ങണ ഏതാ നോക്ക് ഗൈസ്, പക്കൊക്കെ ഇടില്ല ലുക്കിട്ടാ. കറക്റ്റ് നമ്മുടെ മെസ്സിയുടെ പോലെ തന്നെയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, തുറക്കണില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സാധനങ്ങൾ തുറക്കാൻ ചാൻസ് കുറവാണ്. ഇത് ഫ്രാങ്ക്ലിൻ്റെ വീടായതുകൊണ്ടേ കാറൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് സെൻസർ, ഫ്രാങ്ക്ലിൻ്റെ സെൻസർ വേണമെന്ന് തോന്നുന്നു. നമുക്ക് ഈ വഴി പോയി നോക്കാൻ പറ്റുമോ? ഈ വഴി നോക്കട്ടെ കേട്ടോ. അയ്യോ, ഫ്രാങ്ക്ലിന് ഭയങ്കര ചെടിയൊക്കെ ഇടുന്ന ആളാണ് ടൈസ്. തുറക്കില്ല കേട്ടോ, കണ്ടിട്ട് ആകെ തുറക്കില്ല. നമുക്ക് ഇവിടെ വെറുതെ താമസിക്കാനും കിടക്കാനും വേണ്ടി മാത്രമാണ് ടൈസ് നമ്മുടെ കൂട്ടുകാരൻ വീട് തന്നേക്കണത്. കാറൊക്കെ ഈ കാർ എടുക്കാനാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് സൂപ്പർ കാറിനുണ്ടൊക്കെ ഫ്രാങ്ക്ലിൻ പറഞ്ഞത്. തള്ളിയതാണ്, തുറക്കണില്ല കേട്ടോ. അത് ഭയങ്കര ശല്യമല്ലോ. സാരില്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ? അതും പറ്റില്ല ഗൈസ്. ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമായിട്ട് കിടക്കാൻ പറ്റില്ല. നമ്മളാരും പൂച്ചയെ കൂട്ടാന്ന് പറയുമ്പോൾ ഇങ്ങനെ ചതിയെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മെസ്സിയായിട്ട് വന്നല്ലേ ഗൈസ്, നമുക്കിത് പൊളിച്ചടക്കാം കേട്ടോ. നമുക്ക് പാട്ടൊക്കെ, എനിക്ക് ഈ കാറിലൊരു പാട്ട് പിടിക്കില്ല ഗൈസ്, തലവേദന എടുക്കും ഗൈസ്. നമ്മളെന്തായാലും മെസ്സിയായിട്ട് വന്നല്ലേ, നമുക്കിന്ന് ലോസ് ആൻഡോസ് സിറ്റിയിൽ പോയിട്ട് ആൾക്കാരൊക്കെ നമ്മൾ അറിയുമോ നോക്കട്ടെ കേട്ടോ. ആൾക്കാരൊക്കെ സെൽഫി എടുക്കാൻ വരും ചിലപ്പോൾ. നമ്മൾ ഫേമസ് ആണല്ലോ, നമ്മൾ ഫുട്ബോളൊക്കെ കളിച്ച് കിടലായി. ഓക്കെ, സിറ്റിയിലൊക്കെ വിട്ട് അവിടുത്തെ അവസ്ഥ നോക്കട്ടെ. ഇതുവഴി ഇപ്പോൾ പോവുക. നമ്മളവിടെ പുതിയതായതുകൊണ്ട് ഇവിടുത്തെ വഴിയൊന്നും അത്ര പിടുത്തില്ല കേട്ടോ ഗൈസ്. ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലേക്ക് എന്തോ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് പോയിക്കണേ. നമ്മളെന്നോട് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മാച്ചുകളൊന്നും ഇല്ല, കുറച്ച് ഫ്രീ ആണ്. നമ്മൾ അവിടുത്തെ കറങ്ങനെ വെച്ച് നമ്മുടെ ട്രിപ്പ് അടിച്ച് നമ്മളിപ്പോൾ ലാൻഡ് ആയ ആളുള്ളൂ. അവിടെ ഒക്കെ ചെല്ലട്ടെ. അവിടെ വഴിയുണ്ട്. പിന്നെ ബുക്കാട്ടി ഓടിച്ച് ശീലമുള്ളതുകൊണ്ടേ ഇങ്ങനത്തെ പേട്ട കാർ ഓടിച്ച് ശീലമില്ല. ഫ്രാങ്ക്ലിൻ്റെ കാറായതുകൊണ്ട് അവന് ഓടിക്കാനൊന്നും അറിഞ്ഞൂടാ. നമ്മൾ പിന്നെ വലിയ വലിയ കാർ ഓടിച്ചിട്ടാണ് ശീലം. ഈ വഴിയിലൂടെ ഇപ്പോൾ സിറ്റിയിലേക്ക് ഇപ്പോൾ എങ്ങനെയാണ് വയസ്സ് പോവുക? ഓക്കെ, നമ്മളെങ്ങനെയൊക്കെ ഒരു സ്കൂളിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സ്കൂളെല്ലാം വെച്ചിട്ടേ, സ്കൂൾ പിള്ളേരാണല്ലോ ഇപ്പോൾ ഫുട്ബോൾ മാച്ചൊക്കെ ഇരുന്ന് കാണുന്നത്. നമുക്കെന്തായാലും സ്കൂളത്തെ പിള്ളേരിപ്പോൾ നമ്മളറിയാൻ നോക്കട്ടെ. നമ്മൾ ഇറങ്ങി വഴി തിരക്കരിക്കും. ഓ ചേട്ടന്മാരെ ഒന്ന് ഇങ്ങോട്ട് നോക്ക്. ഇതാരാ വന്നേക്കണ നോക്ക്. ചേട്ടാ ചേട്ടന്മാരെ നോക്ക്. ഈ ലോസ് ആൻഡോസിലത്തെ ആൾക്കാർക്ക് ബുദ്ധി വരില്ല കേട്ടോ. നമ്മളെല്ലായിടത്തും ഫേമസ് ആയ മണ്ടന്മാർക്കും നമ്മൾ അറിഞ്ഞൂട്. നമുക്ക് സെൽഫ് എടുക്കാൻ പറ്റാൻ പറയട്ടെ. നമുക്ക് ഇവിടെ ആൾക്കാരപ്പോൾ സെൽഫ് എടുക്കാം. നമ്മളെ ആരും തേടി വരില്ല കേട്ടോ. നമ്മളവിടുത്തെ ഒറ്റടുത്തന്നെ സെൽഫ് എടുക്കാൻ പറഞ്ഞ് വിളിച്ചിട്ടില്ല. സൂമൊക്കെ ഇട്ടുണ്ട്. അവിടെ എന്തോ ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് സെൽഫ് എടുക്കാം കേട്ടോ. ഇവരോ നമ്മളെ വിളിക്കില്ല, നമുക്ക് എങ്ങനെ ഇവിടെ അടുത്ത് പോയിട്ട് എടുക്കാം. എല്ലാവരും നിങ്ങൾ നോക്കിയേ. ഓക്കെ, നമ്മൾ സെൽഫ് എടുത്തുണ്ട് കേട്ടോ. ഇവർ നമ്മുടെ ഒപ്പം സെൽഫ് എടുക്കാൻ പറഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. പിന്നെ ആൾക്കാരെ കാട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പോയി എടുക്കുകയാണ്. നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ. ഇനി വേണ്ട ഇനി നോക്കിന്നാലേ പണി കിട്ടും. ഇവിടെ എല്ലാ ചേച്ചിക്ക് നല്ല മൈൻഡ് ഉണ്ടാവും കേട്ടോ. ചേച്ചി നമ്മുടെ ഫോട്ടോ എടുത്തോ. ചേച്ചിയൊന്നും മൈൻഡില്ലാണ്ട് ചേച്ചി ഇത് മോന്തോക്കെ മുഖത്തേക്ക് നോക്ക്. ചേച്ചി നോക്ക്. ചേച്ചി ഇത് നോക്ക്. ചേച്ചി
ചേച്ചിക്ക് ജാട ഒറ്റ ചവിട്ടിനുണ്ടല്ലോ കാണിച്ചാട്ടോ ഒറ്റ അടി വെച്ചാൽ അവിടെ കിടക്കും അത് അല്ല ഞാൻ ഷോ കണ്ട കൈസ് നമ്മളൊന്നും അറിയാന്ന് വെച്ചാൽ മൈൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ പിള്ളേരൊക്കെ ലോസ് ഏഞ്ചൽസിലെ പിള്ളേരൊക്കെ ഫോണിൽ അഡിക്ഷനാണ് കൈസ്. അവർ ഗെയിം മാത്രമേ കളിക്കുള്ളൂ. വലിയ വലിയ ആൾക്കാരോടൊപ്പം ഗെയിം തന്നെ കളിക്കുക. ഫുട്ബോളൊന്നും ആരും കണ്ടില്ല കൈസ്. ബാക്കി എല്ലാ രാജ്യത്തൊക്കെ ഫുട്ബോൾ പ്രേമികളുണ്ട്. മണ്ടന്മാർ ഇവിടെ ആയിട്ടൊന്നും ചെയ്യൂല. ഫുള്ള് മണ്ടന്മാരാണ് ടൈസ് ഇവിടെ. നമ്മളൊറ്റൊരുത്തിന് മൈൻഡ് പോലും കേട്ടോ കൈസ്. ആരെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യുമോ? നമ്മളാർക്കും വേണ്ട ടൈസ്. ഇവിടെ ഗ്രൗണ്ടൊന്നും ഇല്ല കേട്ടോ. ഗ്രൗണ്ടൊന്നുമില്ലേ സ്കൂളിൽ? നമുക്ക് തിരിച്ചു പോവാം. സോറി ചേച്ചി, തിരിച്ചു പോട്ടെ. എൻ്റെ മണ്ടേ കൂടെ നമ്മൾ വന്നപ്പോഴേ ഇത്ര ഫോട്ടോ എടുക്കാന്ന് വെച്ചപ്പോൾ ഇല്ല ഇറക്കട്ടത്. ഇവൻ നേരായിട്ട് അവിടെ ഇരിക്കുന്നു. എന്താണ് എനിക്ക് ഇത്ര ചാടാ? ഇല്ല ഇവന്മാരെ പേടിപ്പിച്ചു വിടാൻ നേഴ്സായിട്ട്. എന്താ പോടാ 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 ഒക്കെ ഞാൻ ഇടിക്കാൻ വരാണോ? എന്താണ് എനിക്ക് ഇത്ര ഷോ ഇടിക്കണ? വാട 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 നിങ്ങൾ ഇടിക്കാൻ വാട. എന്താ ഷോ ഇത്ര എനിക്ക്? നല്ല നൈസ്. എൻ്റെ അമ്മ പെട്ടു പോലീസ്. നൈസായിട്ട് പോലീസ് ഒന്നും കേട്ടാ. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യുക? നമുക്കേ ബീച്ചിൻ്റെ അവിടെ പോവാം. ഇവിടെ ആകുമ്പോൾ നമുക്ക് അവിടെ നിറയെ ബീച്ചിൻ്റെ ആൾക്കാരുള്ളതുകൊണ്ട് അവർ ബീച്ചിക്ക് നോക്കി നിൽക്കുമായിരിക്കും. ഫോണിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടാവില്ലേ ഇവരെ പോലെ. നമുക്ക് ഇവിടെ പോകണമെങ്കിൽ ഇതാണ് ബീച്ചെന്ന് തോന്നുന്നു. ഇവിടെ പോകണമെങ്കിൽ നമുക്ക് നിറയെ ആൾക്കാരെ കാണുകയും ചെയ്യാം. അവർ നമ്മുടെ ഒപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്യും. ഈ പോലീസുകാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ടൈസ്. നമുക്ക് എന്തായാലും ബീച്ചിൻ്റെ ആ സൈഡിലേക്ക് പോവാതെ നല്ലത്. ഓക്കെ, ഇതാ ഇവിടെയാണ് ബീച്ച് എന്ന് തോന്നുന്നു കേട്ടോ. ഇതാണോ ബീച്ചിൻ്റെ എൻട്രൻസ്? എനിക്ക് ഇവിടെ പരിചയമില്ലാത്തതുകൊണ്ട് ഏതാ ബീച്ച് എന്ന് അറിഞ്ഞൂടാ. ഇതാണ് ബീച്ച് എന്ന് തോന്നുന്നു, പക്ഷെ ഇതാണ് എൻട്രൻസ്. ഇവിടേക്ക് കാറ് കടത്തില്ല പെട്ടു പോലീസ് വരുമ്പോൾ. ഭാഗ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാർക്കൊക്കെ നീങ്ങുന്നൂടെ ഒറ്റണത്തിന് വരെല്ലാം ഫോണിൻ്റെ അകത്ത്. നീക്ര എല്ലാം നൈസ്. ഒരുത്തനൊരു മൈൻഡില്ല നൈസ്. കാര്യമില്ല, നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടേക്കാണ് എൻട്രൻസ്. ഇവിടെ എല്ലാ ടൈസ് എൻട്രൻസ് ഞങ്ങൾ തള്ളിയിടാം. പക്ഷെ അവിടേക്ക് ഇതുണ്ടായിരുന്നില്ല. ഇവന്മാർക്ക് ഒറ്റ വിലയില്ല കേട്ടോ. നമ്മളെ പോലീസ് ഒന്നും കേട്ടോ. പോലീസുകാരിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ടി വരും. പോലീസുകാർ പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങോട്ടൊപ്പം പോവാ നീങ്ങി കൊടുന്ന് ഓണടിച്ചിട്ടൊന്നും മാറുന്ന നീക്കറവിടുന്ന് ഓടാ. ഇല്ല പറഞ്ഞ കേൾക്കില്ല. സത്യം പറഞ്ഞാൽ അവിടെ വണ്ടി ഓടിക്കാൻ പാടില്ല കേട്ടോ. അത് വേറെ കാര്യം. ആ പോലീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസ് ഇറങ്ങി വരട്ടെ കേസ്. നമ്മുടെ സ്റ്റോക്കില്ല കേട്ടോ. ഓക്കെ, നമ്മൾ അവിടെ ബീച്ചിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ എന്തോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ സൈഡിൽ കൂടെയാണ് തോന്നുന്നു. ഇത് ഇടിച്ചപ്പുറത്ത് വിടാൻ പറ്റും. ഇത് പറ്റില്ല. ഫ്രാങ്ക്ലിൻ്റെ കാറായതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അമ്മ ഇത് നിന്നിട്ട് കൊള്ളാട്ടോ. സാൻഡോസ് കൊള്ളാം ഗൈസ്. എവിടെയാണ് ഇത്? അവിടൊക്കെ എന്താ വെള്ളം? ഹെലികോപ്റ്റർ പോകണു അറ്റത്ത്. എൻ്റെ ഇവിടെ വല്ല ഗ്രൗണ്ട് വല്ലതും ഉണ്ടോ കളിക്കാൻ? ഗ്രൗണ്ട് ഇടക്കിടക്ക് കണ്ടില്ലെങ്കിൽ വിഷമത. ഇവിടെ ഗ്രൗണ്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ പാർക്ക് അങ്ങനത്തെ കുന്തങ്ങളാ. ഗ്രൗണ്ടൊന്നും ഇല്ല തോന്നുന്നു. ഇവിടെ ആർക്കും വിലയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അർജന്റീനക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ പോയാൻ ഇവിടെ ഇപ്പം അതുമില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഫോണിൽ അഡിക്ഷനാണ്. ഇപ്പോൾ സ്പോർട്സൊന്നും ഇവർക്കൊരു വിലയില്ല. അതാണ്. ഇവിടെ ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്, പക്ഷെ ഫുട്ബോൾ കോർട്ട് ഇല്ല. ഫുട്ബോൾ കോർട്ട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടോ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ കാണില്ലല്ലോ.
ഇവിടെ ആരെ കാണാനില്ല കേട്ടത്. അപ്പോൾ നമ്മൾ ഇടിക്കാൻ വരണ്ടല്ലോ. വാടെ എന്താന്ന് നിന്നവിടെ അന്നെ ആരെയും വിളിച്ചത് നിൽക്കോണ്ട് എന്താ ഇടിക്കണില്ലേ ഇല്ല ഞാനേ ഇടിക്കാൻ വരും നമ്മൾ. വാടാ നിൽക്കുള്ള പണി തരാട്ടെ ഞാൻ. അങ്ങനെയുള്ള പണി കൊടുക്കാട്ടെ. അല്ല ഞങ്ങളെ കടന്നുണ്ട് അറിയാൻ നേരെ നമ്മൾ ഇടിക്കാൻ വന്നിട്ട് ഞാൻ എണീറ്റ് പോയില്ലേ. അങ്ങനെ ഇപ്പം നീ വാ അല്ല എൻ്റെ വീട്ടിൽ കളിക്കാൻ എൻ്റെ കാലിൻ്റെ മേൽക്കൂടായിട്ട് നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടെ ജിമ്മിൽ പോട്ടെ. അവിടെ ഗ്രൗണ്ട് ഇല്ലാന്ന് തോന്നുന്നു. അവനവിടെ അക്ഷരാ പാവം ഗൈസ് ഉള്ളി അരിഞ്ഞ പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താ ഉള്ളത്? ജിമ്മുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. നമുക്കൊരു കാര്യം ഗൈസ്, നമുക്ക് ഇവിടെ പോട്ടെ 2 പുഷപ്പ് അടിച്ചിട്ട് വരാം. ഇവിടെ എന്തായാലും ഇതുവരെ അന്നല്ല ഗൈസ് ജിമ്മിൽ പോകേണ്ട ഒരു സുഖമില്ല. ഓക്കെ നമ്മൾ അവിടെ നിന്ന് ഭയങ്കര പുഷപ്പ് അടിയാണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 കണ്ടോ ഗൈസ്. നമ്മൾ പുഷപ്പ് അടി പവറുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ ദിവസം രാവിലെ എനിക്ക് എക്സസൈസ് ചെയ്യുന്ന ഒരു സുഖമില്ല. അതാ ഒടുക്കുക തന്നെ കമോൺ ഫുൾ പവർ ഗൈസ്. നമ്മളിവിടുന്ന് ഒടുക്കത്തെ എക്സസൈസാണ് ഗൈസ്. മതി നമ്മളാണ് റെസ്റ്റ് ചെയ്യാൻ ഗൈസ്. ഇത് എന്തിട്ട് എയറിൽ കിടക്കണം. നമ്മൾ വയ്യാണ്ടായിട്ടേ എയറിലായിട്ടോ വയ്യാണ്ടായി കിടക്കാണ്. തീരെ വയ്യാണ്ടേ ഇയാൾ നമ്മൾ നേരായിട്ട് വലിയ ഷോ കാട്ടണം. ഇവനൊക്കെ നോക്കിയോ ഏതാ പുള്ളപ്പം നോക്ക്. ചെസ്റ്റിൻ്റെ എക്സസൈസ് ഇത് എടുക്കാൻ പറ്റുമോ? പക്ഷെ പറ്റില്ല. ഒറ്റ സെക്കൻഡ് അമ്മമാരെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു നമ്മുടെ ഒപ്പം. നമുക്ക് ഫോട്ടോ എടുക്കാം എല്ലാവരൊപ്പം. ജിമ്മ മച്ചന്മാരൊപ്പം ഫോട്ടോ എടുക്കാം. നമുക്ക് എന്നിട്ട് സ്റ്റാറ്റസ് ഇടാട്ടെ. അപ്പോൾ കാഴ്ച നമ്മൾ കണ്ട അവിടെ ജിമ്മ മച്ചന്മാരൊപ്പം പോയിക്കാണ്. മാസത്തിൽ ഒരു ദിവസം കൂടെ വരുന്ന ആൾക്കാരെ തോന്നുന്നു. ഇവയില്ല തന്നെ വന്നിട്ടാണ് പാവങ്ങൾ. മതി പക്ഷെ ഒരാളെ നമ്മളെ നിറയെ നേരെ ഷോ ഇറക്കുന്നു. നമ്മളെ കളിയാക്കുന്നു. സൂപ്പർമാൻ എന്താ എനിക്ക് ഇത്ര ഷോ. അയ്യോ പെട്ടാ ഓടിക്കോ പൈസ. പോലീസ് ഒന്നും കിട്ടാൻ നൈസായിട്ട് ജിമ്മന്മാരടിച്ചപ്പോൾ പോലീസ് വന്നേക്കണു പൈസ. ഇതെങ്ങാനും പോലീസാണോ? പണി കിട്ടി തോന്നൂട്ടാ. അപ്പോൾ ഒന്ന് ഇങ്ങനെ രക്ഷപ്പെടേണ്ടി വരും. ഇവിടെ നിന്നാലേ ആൾക്കാർക്ക് നമ്മളെ തല്ലി കൊല്ലും. പോലീസ് എന്തായാലും പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലോസ് ആൻഡോസിലൊരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടെ ഗൈസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആയിട്ടാണ് ഒരു ഗ്രൗണ്ട് എന്ന് പറയണത്. നമ്മളെന്തായാലും ഇപ്പം അങ്ങോട്ട് പോകാൻ പോവാം. അവിടെ പോയിട്ട് നമുക്ക് വെറുതെ അവിടെ പിള്ളേരുണ്ടാവുമല്ലോ, അതായത് ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരൊക്കെ അവിടെ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് നമ്മളെ കണ്ടിട്ട് എന്താ സെൽഫിയൊക്കെ എടുക്കുമല്ലോ. ഇവിടുത്തെ പിള്ളേരൊക്കെ ഈ ബീച്ചിൻ്റെ അവിടുത്തെ പിള്ളേരെന്നൊക്കെ പറയുമ്പോഴേ ഈ ഫോണിൽ അഡിക്ഷനാണ്. നമ്മുടെ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന പിള്ളേർ ഗ്രൗണ്ടിലാണ് ഗൈസ്. എന്തായാലും ഗ്രൗണ്ടിലേക്ക് വിടാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം കണ്ടുള്ളൂ. ഓക്കെ നമ്മൾ ആ ഗ്രൗണ്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ് ഇട്ടാ. എൻ്റെ അമ്മക്കുള്ള എൻട്രി ഇവിടെ ആയിട്ടാണ് ഗ്രൗണ്ട് കാട്ടണത്. സൈക്കിള് കാണാനില്ല കേട്ടോ. പിള്ളേരൊന്നും വന്നിട്ടില്ല അവിടെ. ഏതൊക്കെ ഇതാണ് തോന്നുന്നു എൻട്രൻസ്. സ്റ്റെപ്പൊക്കെ എന്ത് സ്റ്റെപ്പൊന്നും വേണ്ട ഗൈസ്. നമുക്ക് ഇവിടെ ഡയറക്റ്റ് കാറാണ്. ിട്ട് ഒറ്റ സെക്കൻഡ് കേട്ടോ ഡോറടിച്ചിട്ടേ ഇവിടെ ജോഗിങ് വന്ന ആൾക്കാരെ. ചേട്ടാ ഈ പിള്ളേരൊന്നും ഇപ്പോൾ ഫുട്ബോളൊന്നും കളിക്കുന്നില്ലേ? ഒറ്റണമില്ല കേട്ടോ. ചേട്ടന്മാരെ ഫോട്ടോ എടുത്ത് വയ്ക്കാം. എപ്പോഴാണ് തട്ടിപ്പോണേ ചേട്ടന്മാരെ ഫോട്ടോ എടുക്കാം. ചേട്ടന്മാരെ നിങ്ങളുടെ നോക്കിയേ 3 പേര് നോക്കിയാ നല്ല ഫോട്ടോ കൊള്ളാട്ടോ ഗൈസ്. ഈ പിള്ളേർക്കൊക്കെ ഫോണിൽ അഡിക്ഷൻ ഫുൾ അഡിക്ഷൻ ഗൈസ്. കുറഞ്ഞും കൂടി എടുക്കാം. സ്പേസ് അറിയാതെ പിള്ളേരൊക്കെ ഫോണിൻ്റെ അഡിക്ഷനില്ല. ഇപ്പോൾ കളിക്കാനൊന്നും ആരുമില്ല കേട്ടോ ഗൈസ്. എന്ത് ലോകമാണ് ഗൈസ്.
ഓക്കെ, നമ്മളാണെങ്കിൽ ഇവിടെ വൈകുന്നേരം പോയി അടുത്തുള്ള കടയിൽ ചായ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. ഗൈസ് നിറയെ നേരത്തിന് ചേച്ചിയാണ് ടേസ്റ്റ് നമ്മളെ മനസ്സിലാക്കിയത്. ചേച്ചി ഒരു ഫോട്ടോ എടുത്തുതരാം എന്നൊക്കെ ചോദിച്ചത് നമ്മുടെ അടുത്ത്. സന്തോഷം ചേച്ചി, ഞാൻ എടുത്തുതരാം. കൊള്ള ചേച്ചി ഗൈസ്, നമ്മളെ പ്രതീക്ഷിപ്പിച്ച പോലെ ഫോട്ടോ എടുക്കാൻ ക്യാമറ തന്നേക്കുന്നു. പട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയ ദുഷ്ടന്മാർ. ചേച്ചിക്കുള്ള പണി തരാട്ടോ ഗൈസ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ വെച്ചപ്പോഴേ നമ്മളിപ്പോൾ സെൽഫി എടുക്കാൻ വെച്ചാൽ വല്ലാത്ത ചവിത്തായി പോയി ഗൈസ്. അങ്ങനെ ചേച്ചീനെ അവിടെ ഇട്ടതായിരിക്കണം അവിടെ ചേച്ചി. കൊള്ള ചേച്ചി ഗൈസ്. പാവനെ വെച്ചിട്ട് നിൽക്കുമ്പോൾ മാരി ഇവിടെ ജോഗിങ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ എന്താ ഡ്രിഫ്റ്റ് അടിച്ച് കളിക്കാം. പിള്ളേരും കളിക്കുന്നുണ്ട് ഇവിടെ ഡ്രിഫ്റ്റിങ് അടിക്കാം കേട്ടോ ഗൈസ്. നമുക്ക് ഗൈസ് ഈ ഫ്രാങ്ക്ലിൻ്റെ കാർ എന്ന് പറഞ്ഞൊരു ഗുമ്മില്ല കേട്ടോ. എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഈ സിറ്റിയിലൊന്നല്ലേ. നമുക്ക് എന്തായാലും ഒരു കാറ് മേടിക്കാം കേട്ടോ. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഈ ഫ്രാങ്ക്ലിനെ ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രാങ്ക്ലിന് ബുദ്ധിമുട്ടാവും. ഇവിടെ അടുത്തുള്ള ഷോറൂമിൽ നമുക്ക് അവിടെ പോയിട്ട് നല്ല കാറ് മേടിക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെയാണ് 24 hours ഓട്ടോ റിപ്പയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ കാറ്. ഗോൾഡൻ ലംബോർഗിനിയാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ സിൽവർ അടുത്തേക്ക് വേണം ഗൈസ് കാണാം. ഗൈസ് ഇതാണ് ഗോൾഡൻ ലംബോർഗിനി കേട്ടോ. നമ്മളതിനെ മെസ്സി ആയതുകൊണ്ട് നിറയെ കാശൊക്കെ ഉണ്ടല്ലോ. നമ്മളങ്ങൊരു ലംബോർഗിനി അങ്ങ് മേടിച്ചു. അല്ല ഗൈസ്, നമ്മളതിനെ ഫ്രാങ്ക്ലിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണം. ഫ്രാങ്ക്ലിൻ പാവം ഗൈസ്. നമ്മൾ ഫുൾ ബാഗൊക്കെ ഉണ്ട് ഗൈസ്. ഈ സൈഡിൽ മോഡുകളൊക്കെ ഉണ്ട്. റേഡിയോ അല്ല, പാട്ട് കേൾക്കണ സാധനം. സ്പീക്കറൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. സ്പീഡ് നല്ല സ്പീഡിലാണ് കേട്ടോ. എന്തായാലും പുതിയ കാറൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ ഗൈസ്. നമുക്കിത് കുറച്ച് ദിവസം നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലാണല്ലോ. ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുപോയിട്ട് ഇടാൻ ചോദിച്ചു. അയ്യോ ഗൈസ്, പാവം വെച്ചിട്ടാണ് തലമന്നെ മേടിച്ചു നമ്മൾ. പോലീസ് വന്നിട്ടുണ്ട് കേട്ടോ. പോലീസുകാർ ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ ഗൈസ്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ്. ചേട്ടൻ എടുത്തോണ്ട് പോവോ? ഇല്ല ഗൈസ്. ഈ പോലീസുകാർ ഒടുക്കത്തെ സ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ ഒടുക്കത്ത് കേട്ടോ. നമ്മൾ തിരിക്കാനൊക്കെ ഭയങ്കര ഇതാണ്. ടയറൊക്കെ നോക്ക്. സീന് ടയർസ്. ലൈറ്റൊക്കെ വൈബ് സാധനം. എക്സോസ്റ്റൊക്കെ ഉണ്ട്. കിടിലം കാർട്ട്. നമ്മൾ പിന്നെ റിച്ച് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാർ മേടിക്കാം കേട്ടോ. ഗോൾഡൻ കളറൊക്കെ അടിച്ചിട്ടുണ്ട്. വെറുതെ കാർ എന്ന് പറയുമ്പോൾ ഗുമ്മില്ലല്ലോ. ഒരു ഗോൾഡൻ കാറിനാവുന്ന വെച്ചിരിക്കുക. ഏതാ നോക്ക്. അയ്യോ പിടിച്ചാണ്. നല്ല സെറ്റ് കിട്ടാ ഗൈസ്. ചില്ല് വൈകിട്ട് ഗൈസ്. സാധനം കാണിച്ചാ കേട്ടാ. വണ്ടി പറക്കോ നോക്കട്ടെ ഇവിടുന്ന് ചാടുമ്പോൾ. ഇവിടുന്ന് വർത്താം. ഗൈസ് കുറച്ച് പറഞ്ഞു. അങ്ങനെ ഇവിടെയും കൂടി മറത്താൻ ഗൈസ്. സാധാരണ ഇവിടുന്ന് ചാടി വരുമ്പോൾ വണ്ടി പറക്കേണ്ടതാണ്. അപ്പോൾ പറക്കുന്നു. കുറച്ച് പറഞ്ഞു. സാധാരണ സ്റ്റണ്ട് ജമ്പ് പോലെ വരും. അപ്പോൾ വന്നില്ല. അതെന്താണാവോ ഗൈസ്. ഈ വഴിയാണ് ഫ്രാങ്ക്ലിൻ്റെ വീടും തോന്നുന്നു കേട്ടോ. ഈ വഴിയാണ് തോന്നുന്നു. ഫ്രാങ്ക്ലിന് ഗൂഗിൾ മാപ്പൊക്കെ അയച്ചോണ്ടേ നമുക്കത് നോക്കി വരാം. ഫ്രാങ്ക്ലിൻ്റെ വീട് എവിടെയാണോ ഗൈസ്. ഓക്കെ, നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോടെ ഇത്രയ്ക്കുള്ളൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ അടുത്തോടെ ഇനി കാണാം. ടാറ്റ, ബൈ ബൈ.